ഹലോ, ഞാൻ ഇന്ന് ഹെവി ആയിട്ട് വർക്ക് ചെയ്ത കുറച്ച് ബ്ലൗസിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിച്ചു തരണേ. അപ്പോൾ ഇതെല്ലാം മാരേജിന് വേണ്ടിയിട്ട് ചെയ്തത് തന്നെയാണ്. ഇത് സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഒരു ചെക്ക് പോലെ വരുന്ന ഒരു ടിഷ്യൂ, കോട്ടൺ ടിഷ്യൂ മെറ്റീരിയലാണേ. ധാവണിക്ക് വേണ്ടിയിട്ടാണ്. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. അതിന് ഫ്രണ്ടിൽ സ്ലീവ്സിലൊന്നും ചെയ്തിട്ടില്ല, അതായത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കണം. അതിൻ്റെ ഫ്രണ്ട് നെക്ക് ഫുള്ളായിട്ടാണ് കേട്ടോ വർക്ക് വന്നേക്കണം. ഇത് സെയിം തന്നെ ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് സ്കേർട്ടും പിന്നെ നമ്മൾ ഈ ത്രെഡിൻ്റെ വർക്കിൽ ഇതുപോലത്തെ മെറൂൺ കളറിലാണ് ഷോളും വന്നേക്കണം. ഇതുപോലെയാണ് നമ്മൾ നെക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ത്രെഡും പിന്നെ കട്ട് ബീഡ്സും സ്വീക്വൻസും ഷുഗർ ബീഡ്സും റൗണ്ട് ബോൾസും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കണം കേട്ടോ. ഭയങ്കര റിച്ചിൽ ഒരു സിമ്പിളാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ക്ലാസിക് ലുക്ക് തരുന്ന ഒരു വർക്കാണിത്. നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നെക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ബാക്കും ഇതുപോലെ തന്നെ നെക്കാണ്. സിമ്പിളായിട്ട് ചെയ്തതാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ഫോട്ടോയ്ക്ക് നേരിട്ടും. ഇത് ഒരു അടിപൊളി സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അതായത് നമ്മൾ കല്യാണത്തിന് രണ്ടാമത്തെ സാരി ഉണ്ടല്ലോ, സെറ്റ് മുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസാണ്. നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ തന്നെ വിത്ത് ബ്ലൗസിൽ സ്ലീവ്സിലും ഫ്രണ്ട് നെക്കിലും ബാക്കിലും വർക്ക് കൊടുത്താണ് ചെയ്തേക്കണം. ഇത് ബാക്കാണ് കേട്ടോ. ഇത് ബാക്ക് ഓപ്പൺ ആണ്. ബാക്കിൻ്റെ ഒരു സൈഡ് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എടുത്തേക്കുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ഒരു ബ്ലൗസിൻ്റെ വർക്ക് കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ആയി ചെയ്തതാണ്. ഇത് ഫുൾ ഇതുപോലെ കട്ട് ബീഡ്സ് ആണ്. ത്രെഡ് ഇതിൽ ആകെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വേറൊന്നുമില്ല, കട്ട് ബീഡ്സും കുറച്ച് ഷുഗർ ബീഡ്സും പിന്നെ ജെറി ത്രെഡും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തെടുത്തതാണ്. ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ചെയ്തതാണ്. അത്രയും നേരം കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തൊരു വർക്കാണ്. അത്രയും സാറ്റിസ്ഫാക്ഷനും ഉള്ള വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി വർക്കാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഇത്രയും ഭംഗിയാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കാര്യം പറയണമല്ലോ. അങ്ങനെ അടുത്ത് ഇത് സെക്കൻഡ് സാരിയുടേതാണേ. അടുത്ത് നമ്മൾ രണ്ടാമത്തെ സാരി ഉടുത്ത് കഴിഞ്ഞ് മൂന്നാമത് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നിടത്ത് കൊടുക്കുമല്ലോ, അതാണ് ഈ സാരി. അപ്പോൾ അതിൻ്റെ ബ്ലൗസാണിത്. ഇത് സിമ്പിളായിട്ടാണ് അത് ചെയ്തത്. കയ്യിൽ ഹെവി ആയിട്ട് വർക്കൊന്നും കൊടുത്തില്ല. കൈ ചെറുതായിട്ടൊരു പഫ് സ്ലീവാണ് ചെയ്തേക്കണം, ചെറിയൊരു പഫ് ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയുടെ താഴോട്ടാണ് കൂടുതലും സ്പ്രെഡ് ചെയ്യാനുള്ള രീതിയിൽ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബാക്ക് പോർഷൻ വന്നിട്ട്. ബാക്കിൽ നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചില്ലി റെഡ് കളറാണ് കേട്ടോ ഈ സാരി. അപ്പോൾ ബ്ലൗസ് പിന്നെ നമ്മൾ കൂടുതലുമായിട്ടും ഇനി സെക്കൻഡ് സാരിയുടെ ബ്ലൗസെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്തേക്കണേ, പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഷൈനിങ് ആണ് ഞാൻ ഫ്രണ്ട് കൊടുത്തേക്കുന്ന വർക്കൊക്കെ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് കപ്പ് വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. വേറെ വലുതായിട്ടുള്ള ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല, സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് ക്ലാസി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ അത്രയും എൻ്റെ മനസ്സിൽ കണ്ട് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി, കല്യാണ സാരിയുടെ വർക്കാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഗോബി ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. കൈ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ടാണ്. ഇത് കുറേ ദിവസം ആയതാണ് കേട്ടോ ചെയ്തിട്ട്. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തു വെച്ചതൊന്നുമല്ല കേട്ടോ, ചെയ്ത് കല്യാണം കഴിഞ്ഞ് യൂസൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ ബാക്കാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. നമ്മൾ നെക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് നെക്ക് കൊടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഈ ട്രാൻസ്പാരൻറ്റ് നെക്കിൽ ഇത് ഫുള്ള് കട്ട് ബീഡ്സും സ്റ്റോൺസും ആണ് കേട്ടോ. റൗണ്ട് സ്റ്റോൺസ് ഉണ്ടല്ലോ, ക്ലിപ്പുള്ള സ്റ്റോൺസ്, അങ്ങനത്തെ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല വെയിറ്റാണ് കേട്ടോ ഈ ബ്ലൗസിന്. നമ്മൾ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ്. എല്ലാം കൈ കൊണ്ട് തന്നെ തുന്നി ചേർത്തതാണ്. ശരിക്കും ആരി വർക്ക് തന്നെയാണ് ഇതെല്ലാം. പിന്നെ കുറച്ച് മാത്രമേ ഗം വെച്ചിട്ട്, അത് ഈ സ്ലീവ്സിലുള്ള കുറച്ച് ഭാഗം മാത്രമേ ഗം വെച്ചിട്ട് അതൊന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചിട്ടുള്ളൂ. അത്രയും ഹെവിയാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഇടുമ്പോൾ കാണാനും. ഇതിൻ്റെ സാരി വന്നിട്ട് ഒരു പീക്കോക്ക് ഗ്രീൻ കളറാണേ. അതിനാണ് ഇതുപോലൊരു നേവി ബ്ലൂ വയലറ്റ് ആ ഒരു കളർ ഷെയ്ഡിലാണ് ഈ ബ്ലൗസ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. അടുത്ത് ഇത് വന്നിട്ട് ഇതൊരു ടോപ്പാണ്. ഇത് ലോങ് ആയിട്ട് നമ്മൾ ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു നല്ലൊരു സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ വിചിത്ര സിൽക്കിൻ്റെയൊക്കെ തന്നെ ഒരു റെപ്ലിക്ക പോലെ വരുന്നൊരു മെറ്റീരിയലാണ്. നെക്കിലും നമ്മൾ ബോഡിയിൽ യോക്ക് പാർട്ടിലും പിന്നെ സ്ലീവ്സിൽ ഇങ്ങനെ താഴോട്ട് അങ്ങനെയാണ് നമ്മൾ വർക്ക് കൊടുത്തേക്കുന്നത്. സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ അത്രയും ഭംഗിയായതുകൊണ്ട് നല്ല ഫ്ലെയർ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിലൊന്നും ചെയ്തിട്ടില്ല, വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ പോട്ട്ലി ബട്ടൺസൊക്കെ ഉണ്ട്.
ഇത് നമ്മുടെ ഫേസിന് കുറച്ചുകൂടി നല്ല കളർ തരുന്നൊരു കളറാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടും. ഒരു ഷൈനിങ് ഒക്കെ വരും. നമുക്ക് മോർണിംഗ് ഫംഗ്ഷനോ ഈവനിങ് ഫംഗ്ഷനോ ഒക്കെ യൂസ് ചെയ്യാം. ഫുള്ളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. കമൻറ്റ്സ് എന്തായാലും ചെയ്യണേ. ബൈ.